ഹിമാചലിലെ മരം നട്ട് തീർന്നതിന് ശേഷമാണ് ഞാനും എൻ്റെ സുഹൃത്തായ ഭക്തിയും കൂടെ ചേർന്ന് ഇവിടെ ബാംഗ്ലൂർ വന്നൊരു വീട് എടുത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഹിമാചലിലെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഈ വിൻ്റർ സമയത്ത് ഒരു 4 മാസം നമുക്ക് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 4 മാസം ശരിക്കും പറഞ്ഞാൽ ഒന്നും വായിക്കാനൊന്നും തോന്നത്തില്ല. നമുക്ക് ഈ ചൂട് ഉണ്ടാക്കി വലിയ റൊസായി എന്ന് പറയുന്ന വലിയ കട്ടിയുള്ള പുതപ്പിൻ്റെ കീഴിൽ വേണം ഇരിക്കാൻ. അപ്പോൾ നമുക്ക് ഈ പുസ്തകമൊക്കെ ഇങ്ങനെ പിടിച്ച് പുറത്ത് വെച്ച് വായിക്കാനൊന്നും തോന്നത്തില്ല. അങ്ങനെ പുസ്തകം വായിക്കാൻ അത് രാത്രിയിലൊക്കെ അങ്ങ് നേരത്തെ കിടന്ന് ഉറങ്ങാനേ തോന്നത്തുള്ളൂ. അപ്പോൾ പകൽ നമ്മൾ മരത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയും ഈ പുസ്തകം വായന ഒന്നും നടക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത്രയും തണുപ്പ് സഹിച്ചവിടെ ജീവിക്കാനായിട്ട് നമുക്ക് വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലോകമായിരുന്നെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലൊക്കെ ഇരുന്നാൽ മതി. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന കാരണം കൊണ്ട് വളരെ പാടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ താമസിച്ച് ഇതേ പ്രവൃത്തി ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബാംഗ്ലൂർ വന്ന് അപ്പോൾ താരതമ്യേന നല്ല ഒരു ക്ലൈമറ്റുള്ള ഒരു നഗരം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബാംഗ്ലൂർ വന്ന് താമസിക്കുന്നുണ്ട്. ആ ബാംഗ്ലൂർ വന്ന് താമസിക്കുമ്പോൾ നേരത്തെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും സെക്സ് വർക്കേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന അവിടുത്തെ സംഗമ എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ പോവുകയും അവരുമായിട്ടെല്ലാം മിങ്കിൾ ചെയ്ത് അവരുടെ കൂടെ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പഴയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇടയിൽ കഴിയുകയൊക്കെ ചെയ്യുക ഇതായിരുന്നു. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ അതുപോലൊരു സ്ഥലമാണ് നമുക്ക് പോയി താമസിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അവിടെ ഏതെങ്കിലും ഒന്നീ ബാംഗ്ലൂരോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോ എവിടെയെങ്കിലും ഈ പ്രവർത്തനം ആരംഭിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ പല ഓർഗനൈസേഷനിലൊക്കെ പോയി ഈ മരം നടുന്ന അത് തുടരുക എന്ന് പറയുന്നതായിരുന്നു ചെയ്യാൻ ശ്രമിച്ചത്. ഈ സമയത്ത് ഞാൻ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ വന്ന് അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി മാത്രമാണ് ആ സമയത്തെ പ്രധാന പ്രവർത്തനം. രാവിലെ ഒരു 6 മണിക്ക് 6 മണിയല്ല 5-5:30 ആകുമ്പോൾ തന്നെ ഇറങ്ങും. ക്യാമറയായിട്ട് ഇറങ്ങി ഒരു 3 മണിക്കൂറോളം പടം എടുക്കും. അപ്പോൾ ഞാൻ ഈ പടം എടുക്കാൻ പഠിച്ചിട്ടല്ല, എടുത്ത് പഠിക്കുക ചെയ്തിട്ടുള്ളത്. ഞാനതിൻ്റെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ മാത്രം പഠിക്കുകയൊക്കെ ചെയ്യും. ഫോട്ടോഗ്രാഫി പണിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു പണി ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പടം എടുക്കുകയും അത് ഈ ഫേസ്ബുക്കിലായിരുന്നു നമ്മുടെ ഒരു ഫേസ്ബുക്കിൽ പടം ഇടുക എന്ന് ആയിരുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ അത്രയും ആക്ടിവിറ്റി ആ സമയത്ത് ചെയ്യുന്നുള്ളൂ. പക്ഷേ പഠിക്കുക എന്ന് പറയുന്ന ഒരു മേഖലയായിരുന്നു. പലതരത്തിലുള്ള വായനയും ഈ ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ലഭിക്കാവുന്ന എല്ലാ വായിക്കുക എന്ന് പറയുന്നത് ആ സമയത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ 2005 തൊട്ട് 2010 വരെയായിരുന്നു ഹിമാചലിൽ ജീവിച്ചിരുന്നത്. അതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ആ പടമെടുത്ത് നടക്കുന്ന ആക്ടിവിറ്റി ചെയ്യും. പക്ഷേ ഫേസ്ബുക്കിനകത്തൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. 2008 ഞാൻ ഫേസ്ബുക്കിൽ ചേർന്നത്. അപ്പോൾ ഈ പടങ്ങളുടെയൊക്കെ ചുവട്ടിലൊക്കെ ആൾക്കാർ ചില കമൻറ്റൊക്കെ എഴുതും, അല്ലെന്നുണ്ടെങ്കിൽ ചില പോസ്റ്റുകളൊക്കെ ഈ ഒരു കൊട്ടേഷൻ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത തോന്നുന്നതായിട്ടുള്ള ചില വരികളൊക്കെ വലിയ മഹാന്മാരായ ആൾക്കാരുടെയൊക്കെ കൊട്ടേഷനൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്തിടുന്നുണ്ടാവും. അപ്പം ഞാൻ അതിനകത്ത് രാഷ്ട്രീയവും സാമൂഹികവും അല്ലെങ്കിൽ ശാസ്ത്രീയവുമായിട്ടുള്ള നിലപാടുകൾ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കമൻ്റ് എഴുതും. ആ കമൻ്റ് എഴുതുന്ന സമയത്ത് അവർ അതിന് മറുപടി എഴുതുക. അങ്ങനത്തെ ഡിസ്കഷൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്ന ഇടമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫിക് മേഖലയിലുള്ള ആൾക്കാരെയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾ അങ്ങനെ നോക്കുമായിരുന്നു, വ്യത്യസ്തമായ ആൾക്കാരെ. അപ്പം ഫേസ്ബുക്കിൻ്റെ തീം എന്ന് പറയുന്നത്
നമ്മുടെ കൂട്ടുകാരായിരിക്കുന്നവരെ അതിനകത്ത് എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തത്. ഫേസ്ബുക്ക് ഉപയോഗിച്ച് കൂട്ടുകാരെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഞാനിങ്ങനെ ആളുകളെ പരിചയപ്പെടുക എന്ന് പറയുന്നതിനോടൊപ്പമാണ് ഈ പടങ്ങൾ ഇടുകയും ഡിസ്കഷൻ നടത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ ആ ഡിസ്കഷൻ നടത്തുക എന്ന് പറയുന്നതിനകത്ത് ഒരു 80 ഈ നോട്ട്സ് ഉണ്ടാക്കി ഇടുകയൊക്കെ ചെയ്ത് അതായിരുന്നു ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലവാരത്തിൽ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്താണ് ഞാൻ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന പൊതു ഫ്രെയിമിനകത്ത് ജീവിതത്തിനെ മനസ്സിലാക്കുന്ന പ്രവൃത്തി എന്നെ സംബന്ധിച്ചോളം വേദാന്തമോ അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഫ്രെയിം വർക്കിനകത്തുനിന്ന് മാർക്സിസവും അതുപോലെ മാർക്സിസത്തിൻ്റെ അനുബന്ധമായിട്ട് വന്ന ഫെമിനിസമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് റിയാക്റ്റീവായി രൂപപ്പെട്ടു വന്നിരുന്ന പോസ്റ്റ് മോഡേണിസം ഇങ്ങനെയുള്ള ആശയങ്ങളിൽ നിന്നെല്ലാം അതിൻ്റെ ഫ്രെയിംസ് ആ ചിന്താ ഉപകരണങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിനകത്ത് പ്രത്യേകിച്ച് ബയോളജി ജീവനുമായും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്രെയിമിനകത്ത് ലോകത്ത് ജീവൻ നിലനിൽക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് എവല്യൂഷണറി ആയിട്ടാണ്. അങ്ങനെ പരിണാമപരമായ ഒരു ഫ്രെയിമിനകത്ത് ജീവിതം ആകെ കാണുന്നിടത്തേക്ക് മാറുന്നുണ്ട്. ഈ മാറ്റമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ എഴുതിയ ഒരു കുറിപ്പടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആ കുറിപ്പടിയൊക്കെ എഴുതി ചേർക്കാനായിട്ട് എൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്ന, പക്ഷേ അപ്പോഴും അവസാനം എഴുതിയ കുറിപ്പടിയുടെ അവസാന ഭാഗത്ത് എനിക്ക് ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഈ സ്പിരിച്വൽ എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങളെയൊക്കെ എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടതെന്ന് അപ്പോൾ അറിയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനെ പറ്റിയൊക്കെ നമ്മൾക്ക് അത് എങ്ങനെ ആരംഭിച്ചു എന്ന് പറയുന്ന ആരംഭം എന്ന് പറയുന്നതിൻ്റെ മുകളിലൊക്കെ ഞാനിങ്ങനെ വളരെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന സിദ്ധാന്തം, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങൾ, അതിനകത്ത് തന്നെ ഈ പറയുന്ന സ്പേസും ടൈമും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ചിന്താ ഉപകരണമായിട്ട് നിൽക്കുന്നത്, അതൊരു ഡയമെൻഷനാണെന്ന് പറയുന്ന തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇതെല്ലാമായിട്ട് ഇത് തമ്മിൽ ചേരാതിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സും ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും തമ്മിൽ ചേരാതിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഒരു ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അറിയുമ്പം അതാണ് നമ്മൾ ചിന്തയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു വ്യക്തതയില്ലായ്മ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അതും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ ബസ്സിനകത്ത് യാത്ര ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്നാണ് എനിക്കിങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ആലപ്പുഴ ഭാഗത്തൂടെ ആയിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രപഞ്ചം ഉള്ളതാണ്, അതില്ലാതിരുന്നിട്ടുണ്ടായതല്ല, പ്രപഞ്ചം ഉള്ളതാണ്. ആ ഉള്ളതിനെ മനസ്സിലാക്കാനായിട്ട് മനുഷ്യർ ശ്രമിക്കുമ്പോഴാണ് തുടക്കങ്ങൾ ആവശ്യമായി വരുന്നതെന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതുന്ന ആ കാഴ്ച, ആ ബസ്സിനകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനെ വളരെ എളുപ്പം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കീറാമുട്ടിയായിട്ട് ജീവിതത്തിനകത്ത് എപ്പോഴും കണ്ടിരുന്നതാണ് ഈ തുടക്കം. എങ്ങനെ അത് പ്രപഞ്ചത്തിൻ്റെ തുടക്കം, ജീവൻ്റെ തുടക്കം, ബോധത്തിൻ്റെ തുടക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ തുടക്കങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നും ഈ തുടക്കം നോക്കുമ്പോൾ ഒരിടത്ത് തുടങ്ങി നമ്മൾ കാര്യങ്ങൾ അളന്ന് മനസ്സിലാക്കി കഴിയുമ്പം പല കാര്യങ്ങളും ചേരാതെ വരുന്ന ഒരു പ്രശ്നം വരും. വീണ്ടും തുടക്കം മാറ്റി പ്രതിഷ്ഠിക്കാൻ ബാധ്യത വരും. ഇങ്ങനെയായിരുന്നു അത് നിന്നിരുന്നത്. ആ സ്ഥലത്താണ് ഞാൻ പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള എൻ്റെ ഒരു കാഴ്ചയും തുടക്കങ്ങൾ മനുഷ്യരുടെ ആവശ്യമാണെന്ന് ഉള്ള തിരിച്ചറിവും, ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. ഇതോടെ എന്നെ സംബന്ധിച്ചോളം ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് പിന്നെ എനിക്ക് അങ്ങനെ മോചിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടോ ചെയ്യാൻ ഇന്നും അങ്ങനെ അല്ല, എനിക്കതൊരു ബോധ്യമായി പോവുകയാണ് ചെയ്തത്. ഒരു ബോധ്യമാണത്. ആ ബോധ്യം വന്നത് ആളുകൾ ഈ ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളെന്ന് പറയുന്നതിൻ്റെ ഒരു സ്ഥലമല്ല. അത് ഒരു പ്രമേയ്സ്, നമുക്കൊരു ഫ്രെയിം വർക്ക് വേണം. ലോകത്തിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് വേണം. ആ ഫ്രെയിം വർക്കാണ് എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കാഴ്ചക്കകത്തുനിന്ന് കിട്ടിയത്.
അത് കിട്ടിയതോടെ എന്നെ സംബന്ധിച്ചോളം അതുവരെ വായിച്ചതും പഠിച്ചതും ഒരു ജിക്സോ പസിൽ എന്ന് പറയുന്ന പോലെ ഈ എന്ന് കഴിഞ്ഞാൽ ഭൂമിയെ പറ്റിയുള്ള അറിവ്, ലോകത്തിനെ പറ്റിയുള്ള അറിവ്, അതുപോലെ ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവ്, സാമൂഹികമായിട്ടുള്ള അറിവ്, മനുഷ്യരുടെ ഉൽപ്പത്തി, ഇങ്ങനെയുള്ള പല മേഖലകളിലുള്ള അറിവുകളെല്ലാം കൂടെ നമ്മളിങ്ങനെ അടുക്കി ഒരു ചിത്രം രൂപപ്പെടുത്തുമ്പം അതിനകത്ത് കിട്ടാതിരുന്ന ഒരു കഷ്ണം കിട്ടിയതുപോലെയാണ്. അതും കൂടെ വെച്ച് കഴിയുമ്പോൾ ചിത്രം വ്യക്തമായി എന്ന് പറയുന്നത് പോലൊരു കാഴ്ചയാണത്. അത് സ്ഥിരം നവീകരിക്കപ്പെടുന്നൊരു ചിത്രമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്രം സ്റ്റാറ്റിക് അല്ല. കാരണം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മനസ്സിലാക്കി തീർക്കുന്ന ഒരു പ്രപഞ്ചമല്ല ഉള്ള തിരിച്ചറിവാണ്. മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ, ഒരു പ്രക്രിയയെ നമ്മൾ നിരന്തരം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കാലികമായി ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് സംഭവിച്ചത്. എന്നും നമുക്ക് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിനെ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുക, അതിനെ ഒരു ദിശയെപ്പറ്റി നമുക്ക് ഒരു എന്താ പറയണ്ട, വേണമെങ്കിൽ ഒരു അല്പം പ്രഡിക്ഷൻ അത്രയേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അനുഭവമാണ്. അത് വന്നതോടെ ഇത് എനിക്ക് എഴുതണമെന്ന് തോന്നുന്ന സ്ഥലം വരുന്നത്. അതൊരു 2010-11 ആ സമയത്താണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം ഞാൻ മനസ്സിലാക്കിയതോടെ മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് സംസാരിക്കുന്ന സമയത്ത് അതുവരെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ വന്നാൽ എനിക്ക് നല്ല കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന തരത്തിലായിരുന്നു പിന്നെ ഞാനത് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഷഹബാസ് അമൻ്റെ വീട്ടിൽ ഞാൻ കോഴിക്കോടൊരു പാട്ടിന്, അയാളുടെ ഒരു പാട്ട് കച്ചേരിക്ക് ഗസൽ സന്ധ്യ അത് കേട്ട് വരുമ്പോൾ അയാളുടെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ആ പാട്ട് കേൾക്കാൻ വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ വന്ന് ഷഹബാസിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ 2 മുറിയുള്ളൂ. അവരുടെ മുറിയിൽ അവർ കിടന്നു, മറ്റേ മുറിയിൽ ഞങ്ങൾ ഇരിക്കുന്ന, അവിടെ കിടക്കാനായിട്ടുള്ള മെത്ത 2 കട്ടിലൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ല, പിന്നെ എങ്ങനെ ഞാൻ ഈ മുറിയിൽ കിടക്കും, നിങ്ങളുടെ മുറിയിൽ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനൊക്കും, ആകെ ഒരു മുറിയുള്ളൂ, വേണമെങ്കിൽ ഞാൻ പുറത്ത് കിടക്കാം. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, ഞാൻ പുറത്ത് പോയി കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച്. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയ അവർ എന്നോട് പലതും ഇങ്ങനെ ചോദ്യം, അപ്പം നിങ്ങൾ ആരാണ്, എന്താണ് എന്നറിയുന്ന തരത്തിലാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഷഹബാസ് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും എന്നുള്ള നിലവാരത്തിലാണ്. അവരാണെങ്കിൽ എന്നെക്കാളും വളരെ യങ്ങായ ഒരു സ്ത്രീയാണ്. പക്ഷേ അപ്പോഴും അവരതെങ്ങനെ പറഞ്ഞ്, അപ്പം ഞാനിങ്ങനെ അറിയാതെ എൻ്റെ ജീവിതത്തിനെ പറ്റി കുറച്ച് പറയുകയൊക്കെ ചെയ്തപ്പോൾ അവർ കൂടുതൽ ചോദിക്കുകയും പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവമൊക്കെ പറയാൻ ബാധ്യത വന്നു. അങ്ങനെ സംസാരിക്കുന്നിടത്തേക്ക് എത്തി. കാരണം എനിക്കുണ്ടായ ഒരു വ്യക്തത അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞ്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എഴുതി പ്രസിദ്ധീകരിക്കരുതോ എന്ന് ചോദിച്ചു. അവരുടെ പേര് വനജ എന്ന്. പക്ഷെ അവരുടെ പേര് ഞാൻ ആ എഴുതിയ പുസ്തകത്തിനകത്ത് കുറിക്കാൻ മറന്നുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിപ്പം അക്നോളജ് ചെയ്ത് അവരോട് ഒരു അപ്പോളജിയോട് അക്നോളജ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അവർ പറഞ്ഞ അന്ന് എനിക്ക് തോന്നി പുസ്തകം എഴുതി കളയാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരൊരു നിമിത്തമാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 മണി 3 മണി വരെ ഞങ്ങൾ ഈ തരത്തിലുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ച് മുറിയിൽ തന്നെ അവർ ഉറങ്ങുകയും ചെയ്തു. അവർ പറഞ്ഞത് കേട്ടാണ് അത് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായ ഞാൻ എഴുതാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എഴുതാൻ തീരുമാനിക്കുമ്പോഴും എങ്ങനെ എഴുതണമെന്നും ഒന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. ഈ സമയത്താണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിന്നി, അയാൾ ഒരു ദിവസം വന്നിരുന്നിട്ട് 1-2 ചോദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ മറുപടി പറഞ്ഞു. അപ്പോൾ വിന്നി പറഞ്ഞ് നമുക്കിതങ്ങ് എഴുതിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എഴുതാം, നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്കൊരു ഘടന പോലെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, വിന്നി കുറേ ചോദ്യങ്ങൾ എഴുതും. ലോകത്ത് മനുഷ്യർ ചോദിക്കുന്നതും വിന്നിക്കുള്ള ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം എഴുതും. നമുക്കതിന് മറുപടി എഴുതുന്ന പോലെ എഴുതാം.
അങ്ങനെ വിന്നിയാണ്ട് ഒരു 10-50 ചോദ്യത്തോളം എഴുതുന്നു. അപ്പോൾ ആ ചോദ്യം ഞാനിങ്ങനെ വായിക്കുമ്പോൾ ആ ചോദ്യത്തിനകത്ത് എനിക്ക് ചില വശങ്ങൾ പറയേണ്ടതുണ്ടെന്ന് കാണുന്നുണ്ട്. അതും കൂടെ ആ ചോദ്യങ്ങളും കൂടെ എഴുതി ചേർത്ത് ഏതാണ്ട് ഒരു 60 ചോദ്യത്തോളം ഉണ്ടാക്കി. എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന പോലെയാണ് പിന്നെ ആ പുസ്തകം എഴുതുന്നത്. വിന്നിയുടെ സഹായം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരുന്ന് പറയുകയും വിന്നി എഴുതുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 120 പേജോളം ഞങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരവൊക്കെ എഴുതി തീർത്ത്. അപ്പോൾ അത് അന്ന് ടൈപ്പ് ചെയ്യാനോ ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു, ഞാനിങ്ങനെ ഇരുന്ന് പറയുക ചെയ്തത്. അപ്പോൾ അത് ഡെസ്ക്ടോപ്പിൽ അയാൾ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യിച്ച് ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ലാപ്ടോപ്പിൽ ഇടാവുന്ന പരുവത്തിലും വായിക്കാവുന്ന പരുവത്തിലൊക്കെ ആയി. അപ്പോൾ ചാപ്റ്റർ എന്നുള്ള നിലവാരത്തിലല്ലായിരുന്നു, ഒരു ചോദ്യോത്തരം പോലെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ വിന്നി പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് ഒരു കൂട്ടുകാരനുണ്ട് ഷൗക്കത്ത്. അപ്പോൾ ഷൗക്കത്തിനെ എനിക്ക് അറിയാം. ഷൗക്കത്തിൻ്റെ അടുത്ത് പോയി താമസിച്ചിട്ട് അയാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ചെയ്യുന്നതും പുസ്തകം ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പം എനിക്കും ഷൗക്കത്തിനെ അറിയുന്ന കാരണം കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേരും കൂടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയാൾ തമിഴ്നാട്ടിലെ കാരമട എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നി വീരാപ്പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു ആശ്രമം പോലെ ഉണ്ട്, അവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി ഷൗക്കത്തിൻ്റെ അടുത്ത് ഇതിങ്ങനെ വായിച്ച്. ഷൗക്കത്ത് പറഞ്ഞ ഇത് കാര്യം ചെയ്യും, എന്തായാലും ഇത്രയും ഒരു ഇതായതുകൊണ്ട് നമുക്കിതൊരു അന്നത്തെ ISM എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ. അത് അപ്പോൾ അയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല, പതുക്കെ അതങ്ങ് പഠിക്കാൻ പറ്റും. അപ്പോൾ അക്ഷരത്തെറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അക്ഷരത്തെറ്റൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് ആക്കാം. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ അക്ഷരത്തെറ്റ് മാറ്റുന്ന പണി ഞാൻ ഇങ്ങനെ ചെയ്യും. ഞങ്ങൾ എല്ലാ ദിവസവും ഭയങ്കര ചർച്ചകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കരമടയിൽ അയാൾ താമസിക്കുന്ന സ്ഥലം. അന്ന് വളരെ വിശാലമായ മൈതാനം പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു. ഈ ഇടയ്ക്ക് ഞാനന്ന് പോയപ്പോൾ നിറച്ച് കെട്ടിടങ്ങളാണ്, പക്ഷെ അന്ന് ഭയങ്കര ഓപ്പൺ സ്പേസാണ്. മാത്രമല്ല അവിടെ ഇരുന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ നീലഗിരി കുന്നുകൾ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് പടം വരച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ ക്യാമറ എടുത്ത് രാവിലെ തൊട്ട് പടമെടുക്കും, വൈകുന്നേരവും പടമെടുക്കാവുന്ന തരത്തിലായി. അപ്പോൾ ഇഷ്ടംപോലെ പടം എടുക്കുന്നുണ്ട്, നല്ല നല്ല പടം. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എടുത്ത നല്ല പടങ്ങൾ ഷൗക്കത്തിനൊക്കെ അയാളുടെ ലാപ്ടോപ്പിലൊക്കെ ഇന്നും കാണും. ആ പുസ്തകം അവിടെ ഇരുന്ന് അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏകദേശം ഒരു വരിയൊക്കെ മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ആയി. അപ്പോൾ ഞാനൊരു വരി ഇങ്ങനെ വായിക്കുമ്പോൾ അടുത്ത ഒരു വരിയും കൂടെ ചേർക്കാൻ പറ്റുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇങ്ങനെയൊക്കെ ചേർക്കാൻ തുടങ്ങി. അപ്പോൾ അന്നൊരു നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിനകത്ത് ഒരു 120 പേജേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് അക്ഷരത്തെറ്റൊക്കെ ഇങ്ങനെ തിരുത്തി ഒരു തവണ വായിച്ച്. അപ്പോൾ ഷൗക്കത്ത് പറഞ്ഞ് ഇതിന് ചാപ്റ്റർ ആക്കണം, അതാണ് വേണ്ടത്, അല്ലെ ചോദ്യോത്തരം പോലെ വേണ്ട എന്ന് പറയും. അപ്പോൾ അത് ഒന്ന് ശരിക്കും പറഞ്ഞാൽ വിന്നിയാണ് അതിനകത്ത് പല ചാപ്റ്ററുകൾ എഴുതി അതിന് പേരൊക്കെ ഇട്ട്. അപ്പം നല്ല രസമുള്ള കുറച്ച് പേരും ചാപ്റ്ററുമൊക്കെ വന്ന്. അപ്പോൾ ഓരോ ചാപ്റ്ററായിട്ട് ആയപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങൾ ഉള്ള ഒരു പുസ്തകം. പക്ഷേ അതിനകത്തൂടെ ഒരു ചിന്ത ഒരു നൂലോടിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഈ പൊതുവായ ലോകവീക്ഷണം മുഴുവനും എഴുതുന്നുണ്ട്. അങ്ങനെയാണ് അതിനകത്ത് ഉള്ളത്. അപ്പം ഒറ്റയടിക്ക് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ എഴുതിയ പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒന്നിന് പുറകെ ജീവിതം പലതരത്തിലെ വശത്തൂടെ പല കാഴ്ചകളിലൂടെ ഒന്നിച്ച് നോക്കിയാലേ നമുക്കൊരു ചിത്രം കിട്ടത്തുള്ളൂ. അങ്ങനെയാണത് ആ പുസ്തകം എഴുതപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ ഒരു 1.5 ആഴ്ചയോളം ഞങ്ങളവിടെ താമസിച്ച് നല്ല ഒരു കാലമായിരുന്നു. കാരണം ഞാനിങ്ങനെ പൊതുപ്രവർത്തനം അങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അതേ സമയത്ത് സോഷ്യലി കോൺഷ്യസ് ആയ ഒരു മനുഷ്യനായിരിക്കുന്ന ഒരാൾ ഞാനാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത മറ്റാരും ജീവിക്കാത്ത തരത്തിൽ വ്യത്യസ്തമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഈ വേദാന്തത്തിനോ അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയുന്ന യാതൊന്നും തന്നെ തൊടാത്ത ഒരു പുതിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ.
ഞങ്ങൾ 3 പേരും കൂടെ നടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റായ ഒരു അനുഭവമായിരുന്നു. ഷൗക്കത്തിനൊരു ഓപ്പൺനെസ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ കാരണം അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ജീവിതത്തിനെ ഒന്നും തന്നെ ഒരു വാല്യൂ ഇല്ലാതെ കാണുകയൊക്കെ ചെയ്ത് സംസാരിക്കുന്നതിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഷൗക്കത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ല ചർച്ചകളൊക്കെ എപ്പോഴും ഉണ്ടാകും, ഞാൻ നല്ല തീവാർന്ന ചർച്ചകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലുള്ള ഒരു ഇത് കടന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ടൈപ്പ് ചെയ്യാൻ അറിയാതെ പഠിക്കുന്നുണ്ടല്ലോ, ആ പഠിക്കുന്ന കാരണം കൊണ്ട് 1 വരി 2 വരി എഴുതുക, ഒരു പാരഗ്രാഫ് ചേർക്കുക, ഈ പണിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൗക്കത്ത് പറഞ്ഞ ഒരു കാര്യം ഇത് കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു. തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ പല സ്ഥലത്തും ഇന്ന് നടക്കുന്നത് പോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇരിക്കുമ്പോൾ എനിക്ക് ഓരോന്ന് ഈ പുസ്തകം ഇങ്ങനെ എഴുതിയത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ പാരഗ്രാഫ് സഹിതമാണ് പിന്നെ ചേരുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന എത്ര പേജായെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 10 എന്നാൽ ഈ ആദ്യം 120 പേജായിരുന്നതൊക്കെ പിന്നെ അങ്ങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. പുസ്തകം വളരുകയാണ് ചെയ്തിരുന്നത് എൻ്റെ വായിച്ച് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ചില ചാപ്റ്ററുകൾ 3ാമതിരുന്നത് 1ാമതാക്കി, ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്ട്രക്ചറലായിട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരു തോട്ട് പ്രോസസ്സിനകത്തുണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം അനുസരിച്ച് ആ പുസ്തകം ഇങ്ങനെ രൂപപ്പെട്ടു. അപ്പോൾ ഇത് ചെയ്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് കൊല്ലത്ത് എൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അമ്മയെ കാണാൻ പോകുമ്പോൾ എൻ്റെ സഹോദരന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടിരുന്ന് പുസ്തകം ഞാൻ എഴുതിയ കുറേ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ഞാൻ അടുത്ത ദിവസം എറണാകുളത്ത് ഒരു കൂട്ടുകാരനെ കാണാനായിട്ട് പോവുക എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയുടെ ബാഗ്, ഒരു കയ്യിൽ ഈ ലാപ്ടോപ്പ് ബാഗ്, പുറത്ത് എൻ്റെ സഞ്ചി, എൻ്റെ വസ്ത്രം സാഗരമൊക്കെ. അപ്പം അങ്ങനെ 2 കയ്യിലും ബാഗും ഇതുമൊക്കെ ആയിട്ടാണ് ഈ റെയിൽവേ അതുമായിട്ട് അപ്പം നടക്കുക. അന്ന് 3 ബാഗുള്ള കാലമാണ്. അപ്പോൾ അങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു ഓട്ടോറിക്ഷയിൽ ഇറങ്ങി ഞാൻ മുമ്പോട്ട് വരിക. ഒരു ചെറിയ സ്റ്റെപ്പേലൊരു തട്ട്, എന്നിട്ട് ഞാൻ കവന്നങ്ങ് വീഴാൻ പോയി. അപ്പോൾ ഈ കയ്യിലിരുന്ന ബാഗ് ഞാനങ്ങ് ഇട്ടിട്ട് കൈ കുത്തിയ കയ്യിൽ നിന്നില്ല, വീണ്ടും താന്നുപോയി. അതെന്താണ് അപ്പോഴേ തന്നെ എനിക്ക് തോന്നി കൈക്കെന്തോ പറ്റിയെന്ന് തോന്നി. എന്നാൽ വലിയ വീഴ്ചയായിട്ട് ആർക്കും നോക്കി, മുട്ട് കുത്തിയാണ്. അപ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് നോക്കി എന്നുള്ളതല്ലാതെ എന്തെങ്കിലും എനിക്ക് വലിയ അപകടം പറ്റി എണീറ്റ് നമ്മളന്ന് മുട്ട് മടങ്ങി വീണ് പോയി എന്ന് തോന്നുന്ന തരത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കൈക്ക് എന്തോ പറ്റിയെന്നാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ കൈക്ക് ബലമില്ല, എനിക്ക് ആ ബാഗ് എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കി നിന്ന ഒരാൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൈ ഒടിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും, ഇടത് കൈ ഒടിഞ്ഞതുപോലെ. അപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എറണാകുളത്ത് പോകാനായിരുന്നു, ഇനിയും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടപ്പാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്, അവിടെയാണ് അമ്മ താമസിക്കുന്നത്, അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ, ഞാൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത്, എന്നെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ അവിടെ വിടാൻ. അപ്പോൾ ഞാൻ ഫോണെടുത്ത് വീട്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അപകടം പറ്റി. അപ്പോൾ എൻ്റെ സഹോദരൻ അവിടെ കൊല്ലത്ത് ഡോക്ടറാണ്, അദ്ദേഹത്തിനെ വിളിച്ച്. അപ്പോൾ പറഞ്ഞ്, വീട്ടിലോട്ട് പോകണ്ട, നേരെ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടോട്ട് പോകുക. അവിടെ എൻ്റെ പരിചയക്കാരനായിട്ടുള്ള ഡോക്ടർ ഓർത്തോപെഡീഷ്യനുണ്ട്, അയാളുടെ അടുത്തോട്ട് അങ്ങ് പോയാൽ മതി, അവിടെ ചെന്ന് എന്താ വേണ്ടതെന്ന് നോക്കാൻ പറയും. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞ്, എന്നെ ഈ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ വിട്ടാൽ മതി എന്ന്. അങ്ങനെ ബാഗെല്ലാം എടുത്ത് അതിനകത്ത് വെച്ച് അവരെന്നെ കൊണ്ടുപോയി ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ വിടുമ്പോഴത്തേന് എൻ്റെ ജ്യേഷ്ഠൻ, ഓസ്ട്രേലിയയിലുള്ള ജ്യേഷ്ഠനും ഡോക്ടറാണ്, അയാളും വന്ന്. അങ്ങനെ 2 ഡോക്ടർമാരും ഉണ്ട്. ഈ ഉടനെ എന്നെ അഡ്മിറ്റ് ചെയ്ത് അവർ പരിശോധിച്ചിട്ട് പറഞ്ഞ് കൈ ഒടിഞ്ഞു പോയി.
മാത്രമല്ല ഒരു കഷ്ണം ഈ ജോയിൻറ്റിലുള്ള ഒരു കഷ്ണം വിട്ടങ്ങ് പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അത്ര ഇത് വെറുതെ നമുക്ക് ഇത് വെച്ച് കൈ വെച്ച് കെട്ടിയിരുത്തിയാൽ പോരാ, അതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ സന്തോഷ് വളരെ യാദൃച്ഛികമായിട്ടാണ് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ, അയാളും ഓർത്തോപീഡീഷ്യനാണ്. അപ്പോൾ അയാൾ ഓടി വന്ന് കൊല്ലത്ത് വന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കങ്ങ് മെഡിക്കൽ കോളേജിൽ പോവാം, തിരുവനന്തപുരത്ത് പോവാം, എൻ്റെ സ്ഥലമാണ്, ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ഇവിടെയുള്ള അഡ്മിറ്റ് ചെയ്ത് എൻ്റെ 2 ചേട്ടന്മാരും അവിടെ നിൽക്കുന്ന, അപ്പോൾ അവരോട് ഞാൻ അവരെ കളഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റുമെന്ന് ആലോചിക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് പിന്നെ സന്തോഷിനോട് പറഞ്ഞ് വേണ്ട, എളുപ്പം പോകും, ഞാൻ ഇവരോട് ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ആയി. പിറ്റേ ദിവസം ഓപ്പറേഷനൊക്കെ ചെയ്ത് നേരെയാക്കി ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്ത് ഇരിപ്പായി, ഒരു കൈ. അപ്പോഴാണ് ഞാൻ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത് ടൈപ്പ് ചെയ്യാനായിട്ട് 2 കൈയുണ്ട്, ഒരു കൈയിൽ ഒരു ഉപയോഗമില്ലാതായിപ്പോയി. അപ്പോൾ ഒരു കൈ ഇതിനകത്തായത്, ഒരു കൈ കൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ചിലത് ഈ ഇങ്ങനെ അപ്പർ കേസ് എന്ന് പറയുന്ന സ്ഥലം നമ്മളവരുടെ തമക്കി പിടിച്ചുകൊണ്ട് വേണം മറ്റേത് ചെയ്താലേ അത് കിട്ടുകയുള്ളൂ. മാത്രമല്ല ഒരു കൈ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ അത് ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങ് ടൈപ്പ്, ഒരു കൈ കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം, ഒറ്റയ്ക്ക് ഒരു വിരലുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ എനിക്ക് ഈ മലയാളം പഠിച്ചത് അങ്ങ് അത്ര വ്യക്തതയോടെ ആയിട്ടും ഇല്ലെങ്കിലും എൻ്റെ വിരലെല്ലാം അറിയാം അക്ഷരങ്ങൾ എവിടെയാണ്, ഇതിൽ കാണാൻ പറ്റത്തില്ല, മലയാളം അക്ഷരമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ബ്രദറിലോ അവിടെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്നതാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞൊരു ISM-ൻ്റെ ഒരു ലിപി അക്ഷരങ്ങൾ ഈ ഇംഗ്ലീഷ് ടൈപ്പ് സെറ്റിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഒട്ടിച്ച് അപ്പോൾ എനിക്ക് എല്ലാ അക്ഷരങ്ങളും ഇതെല്ലാം കാണാം. പിന്നെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചൊക്കെ പിടിച്ച് കമ്പ് കൊണ്ട് ഇത് അമക്കാനുള്ള ഒരു കയ്യിൽ, ഈ കയ്യിൽ നിന്ന് ഒരു പേന വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടാണ് പിന്നെ ടൈപ്പ് ചെയ്യുന്നത്. ഒരു കൈ കൊണ്ട് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ, മലയാളം ടൈപ്പ് ചെയ്യുന്നിടത്തെത്തി. പക്ഷേ വളരെ സ്ലോ ആണ്, വേറെയൊന്നും എനിക്ക് ചെയ്യാനില്ല. അത് കാരണം കൊണ്ട് അത്രയും പാടുപെട്ടിട്ടാണ് പിന്നെ അത് ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഈ കയ്യിലെ ഓപ്പറേഷൻ ചെയ്ത് നേരെയാകുന്നത് വരെ ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാനും പഠിച്ചു. ആ പുസ്തകം എഴുതി, ഈ മനുഷ്യരറിയാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് അങ്ങനെയാണ്. അത് ടൈപ്പ് ചെയ്ത് അപ്പോൾ ഓരോ ദിവസം എനിക്ക് മറ്റൊന്നും, എൻ്റെ ഈ കൈ ശരിയാകാനുള്ള കാത്തിരിപ്പിന് വേണ്ടി വിഷമിക്കേണ്ടി വന്നിട്ടേ ഇല്ല. അങ്ങനെ മുഴുവൻ സമയവും പണിയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ഉറക്കം വരുന്ന അല്ലാത്ത എല്ലാ സമയത്തും ടൈപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ പുസ്തകം ചെയ്തുകൊണ്ടിരുന്നു. 1-2 എനിക്കൊന്ന് 1 മാസമോ 1.5 മാസമോ കണ്ട് കഴിഞ്ഞപ്പോഴാണ് കാസ്റ്റൊക്കെ എടുത്ത് മാറ്റി പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ കൈയും, ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത പെയിൻ ഉണ്ടാക്കി തന്നൊരു സംഭവമാണ്. കരഞ്ഞു പോയായിരുന്നു 2-3 തവണ. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും അത് കഴിഞ്ഞിട്ട് അത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പെയിനായിരുന്നു. അടുത്തിടയ്ക്ക് ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഒരു അങ്ങനത്തെ ഇൻറ്റൻസായ പെയിൻ അനുഭവിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുക, പുസ്തകം ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അമ്മയായിട്ടിരുന്ന കാര്യം പറയുക, ഇങ്ങനെ ഒരു ജീവിതം അങ്ങനെ നീണ്ടുപോയി. അത് കഴിഞ്ഞ് അപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു കുറേ പേജുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചില ചാപ്റ്റേഴ്സ് വരെ ഞാൻ അതിനകത്ത് കൂട്ടി, നേരത്തെ ഉണ്ടായിരുന്ന എഴുതിയതിനേക്കാളും കൂടുതൽ. പിന്നെ അതിൻ്റെ സാവധാനം ഈ പുസ്തകം വളർന്ന് വലുതായി. എനിക്ക് തോന്നുന്നൊരു 120 പേജ് ആയിട്ട് ആദ്യത്തെ ഫസ്റ്റ് എഫർട്ടിന് ശേഷം അതൊരു 300-നടുത്ത് പേജുള്ള ഒരു പുസ്തകമായിട്ട് വളരുന്നുണ്ട്. അത്രയും വന്ന സമയത്താണ് ഞാൻ, അപ്പോൾ കൈ അപ്പോഴും സ്ലിങ്ങിൽ നിന്ന് ഇട്ടിട്ടില്ല. ഇവർ ഈ കാസ്റ്റൊക്കെ എടുത്ത് മാറ്റിയെങ്കിലും ഒരു കൈ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ കുറച്ച് നാളൂടെ അങ്ങനെ നടന്നിരുന്നു.
അപ്പോൾ ഈ ഒരു വായന പുസ്തകം ഒന്നുകൂടെ വായിക്കാം എന്ന് പറഞ്ഞ് ഷൗക്കത്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ തളിപ്പറമ്പ് ഉണ്ട് ഷഫീഖ് മുഹമ്മദിൻ്റെ ഒരു ഇതുണ്ട്, ലോഡ്ജുണ്ട്, അവിടെ ഒരു മുറിയിലിരിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് അവിടെ പോയി. അപ്പോൾ ഈ ഷഫീഖിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേന് ജയശ്രീ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന കാലമായത് കാരണം കൊണ്ട് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വായിക്കാനിരിക്കുന്ന സമയത്താണ് ഒരു പുതിയ കൂട്ടുകാരനും ഉണ്ടാകുന്നത്. ഷഫീഖിൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരു പയ്യനാണ്. ശരിക്കും പറഞ്ഞ പയ്യൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരാളാണ് അശോകൻ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന അത് കൊണ്ടു നടന്ന് വിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ അശോകനും ഈ വായനയ്ക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൗക്കത്ത് ഞാനും അശോകനും കൂടി ഇരുന്നാണ് ഇത് വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ച്, അപ്പം ഞാൻ വായിക്കുമ്പം അപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു സംശയവും തോന്നത്തില്ല. പക്ഷേ വാചകത്തിൻ്റെ ഘടനയൊക്കെ ഒരു കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷേ അശോകൻ വായിക്കുമ്പോൾ അശോകന് ഈ തപ്പിപ്പോവും. അപ്പോൾ വാചകത്തിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അത്ര മനസ്സിലാക്കാൻ എളുപ്പമല്ല. പക്ഷെ അവർക്ക് പറഞ്ഞ് നിങ്ങൾ വായിക്കണം, നിങ്ങൾ വായിച്ചത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അശോകൻ വായിച്ചാൽ മതി. അശോകൻ വായിക്കുമ്പോൾ അശോകന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ ആ പുസ്തകം മാറേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മളതൊരു നല്ല ക്രൈറ്റീരിയ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വളരെ സാധാരണമായ ഒരു വായന, മലയാളം വായിക്കാൻ അറിയാം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷാ രീതിയിൽ നിന്ന് ഭിന്നമായി കുറേ കൂടെ ലളിതമായ ഭാഷയിലേക്ക് അത് മാറുന്നത് അശോകൻ്റെ വായന ഒരു വലിയ സഹായമാണ്. അപ്പോൾ അത് ഷൗക്കത്ത് കണ്ടുപിടിച്ച ഒരു ടെക്നിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3-4 ദിവസം എടുത്ത് ഞങ്ങളവിടെ ഇരുന്ന് വായിച്ച്. അപ്പോഴത്തേനിത് വളരെ വലുതായി മാറി. അപ്പോൾ ഷൗക്കത്ത് തന്നെ അത് നിങ്ങളൊരു വേറൊരു ലോകവീക്ഷണം തന്നെയാണ് വെക്കുന്നത്, ആദ്യം എഴുതിയതുപോലെ അല്ല ഇപ്പോൾ ഇതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കമൻറ്റും പറയുന്നാലും അങ്ങനെ അത് വായിച്ച്. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്, അവർക്ക് നല്ലോണം ഭാഷാ സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ്, അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാം നമുക്ക്, എന്നിട്ട് അവരും വായിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതേ സമയത്ത് ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന, അപ്പോൾ ഞാൻ ആ പുസ്തകം കോപ്പിറൈറ്റ് ഇല്ലാതെ എൻ്റെ പേരില്ലാതെ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മനസ്സിലായി, വ്യക്തിപരമായി മനസ്സിലായ കാര്യങ്ങളാണ്, അതെല്ലാവർക്കും അറിയണം എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടാകണ്ട എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പേരില്ലാത്ത ഒരു പുസ്തകത്തിൻ്റെ പേര് മാത്രം, അല്ല എഴുത്തുകാരനില്ല, എഴുത്തുകാരൻ അപ്രസക്തമാണെന്നുള്ള നിലപാടിലായിരുന്നു ഞാനത് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിച്ച്, അപ്പോൾ ഇവർ പറഞ്ഞ അത് അങ്ങനെ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഒരു നിയമം അനുസരിച്ചിട്ട് ആരാണ് എഴുതിയതെന്നൊക്കെ പറയേണ്ടതുണ്ട്, ഗവൺമെൻറ് നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫേസ്ബുക്കിനകത്ത് രവി ഡി സി ബുക്സിൻ്റെ ഉടമസ്ഥനായിട്ടിരിക്കുന്ന രവിയെ എനിക്ക് പരിചയമുണ്ട്, നേരത്തെ തൊട്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊരു മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനൊരു ഇമെയിൽ തരാം, അവർക്ക് ഇത് പറഞ്ഞാൽ മതി, എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് അയച്ചു കൊടുത്താൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ DC യിലേക്ക് ഈ പുസ്തകം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്.